നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ ശാലകളും അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളും ഓയിൽ പ്ലാന്റുകളും ആക്രമിക്കുക മാത്രമല്ല, ഓപ്പറേഷൻ റൈസിംഗ് ലയണിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അതായത് ഈ ഓപ്പറേഷനിലൂടെ ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് ആയത്തുള്ള അലി ഖമനേയിയുടെ തലയാണത്രേ. ആ ഒരു ചർച്ച പുറത്തേക്ക് വരുന്നു. ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഈ വിഷയത്തിൽ ചർച്ച നടന്നുവെന്നും അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് ഇസ്രയേൽ ഖമനേയിയെ വധിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ ഒന്ന് പിന്നോക്കം പോയിരിക്കുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ പശ്ചിമേഷ്യ കത്തി അമരുന്ന ഒരു സാഹചര്യം ഉടലെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവാണ്. ഭരണകൂടത്തിന് മുകളിലാണ് സ്ഥാനം. പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രോക്സികൾ ഉൾപ്പെടെ എല്ലാവരുടെയും തലതൊട്ടപ്പനാണ് ഖമനേയി. അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുള്ള ആളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ തലയ്ക്കകത്ത് തീവ്രവാദം മാത്രമായി പോയി. തീവ്രവാദ ശക്തികളെ വളർത്തുകയും അതിനെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ നേർക്ക് ഇറക്കി വിടുകയും ചെയ്യുന്ന ഒരാളാണ് ഖമനേയി എന്ന് ഇസ്രയേൽ ഇതിനു മുൻപ് പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിനു മുൻപ് പല അഭ്യൂഹങ്ങളും വന്നതാണ് ഇസ്രയേൽ ഖമനേയിയെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ആക്രമണത്തിൽ കൃത്യമായ ഒരു ചർച്ച ആ വിഷയത്തിൽ നടന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരുമ്പോൾ സംഗതി അത്ര നിസ്സാരമല്ല. ഇനിയിപ്പോൾ അമേരിക്കയുടെ സഹായം ഇല്ലെങ്കിൽ പോലും ഇസ്രയേൽ അത് നടപ്പാക്കാം. ഇനിയിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പോലും ഇതിൽ നിലപാടിൽ മാറ്റം വരുത്തിയാലും മൊസാദ് അതിന് തയ്യാറാകില്ല. കാരണം അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ് ഖമനേയി. യുദ്ധം എന്തായാലും നമ്മൾ വിചാരിച്ചതിനെല്ലാം അപ്പുറത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ എന്ന് പറയുന്ന ഇസ്രയേൽ ഇറാനെ അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആരും വിചാരിച്ചില്ല ഇറാൻ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചടി അടിക്കുമെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇറാനെ കുറച്ചൊരു ആദരവോടുകൂടിയാണ് കാണുന്നത് എന്ന് പറയാം. ഖമനേയി നേതാവിനെ എല്ലാവരും അവർ കുറച്ചുകൂടി ആദരവ് കാണിക്കുന്നു. കാരണം പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന് തെളിയിച്ചതായിട്ടാണ് ഇപ്പോൾ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം രാജ്യങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇപ്പോൾ ഇറാന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ ഈ ഖമനേയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇറാനിലെ പ്രമുഖരായ സൈനിക മേധാവികളെയും ആണവ വിദഗ്ധന്മാരെയും എല്ലാം ഇസ്രയേൽ വധിച്ചിരുന്നു. അപ്പോഴാണ് വളരെ ശക്തമായിട്ട് തന്നെ ഉള്ള ഒരു പറച്ചിൽ വന്നത് അടുത്ത ലക്ഷ്യം പരമോന്നത നേതാവ് തന്നെയാണ് എന്ന് പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഇസ്രയേല് ഒരു തീരുമാനം എടുത്തിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അമേരിക്ക അതിനെ എതിർത്തു എന്നാണ് പറയുന്നത്. അമേരിക്ക അതിനെ എതിർക്കാനുള്ള ഒരു കാരണം പറഞ്ഞത് ഇറാൻ ഒരിക്കലും അമേരിക്കയിലെ ഒരു പൗരന്മാരെയും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അവസരത്തില് ഈ ഖമനേയിക്കെതിരായിട്ടൊരു നീക്കം ഇസ്രയേല് നടത്താതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു നിലപാട് ട്രംപ് എടുത്തിരുന്നു. രണ്ടാമതായിട്ട് ട്രംപ് എടുത്ത ഒരു കാരണം പറയുന്നത് ഈ ആണവ കരാറിന്റെ ചർച്ച നടക്കണം എന്നുള്ള കാര്യം കൂടി. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് നെതന്യാഹു ഉറപ്പിച്ചു പറയുന്ന വേറൊരു കാര്യം ഈ ആക്രമിക്കാൻ ഉള്ള മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഈ കാര്യം വ്യക്തമായി ഒരു നിർദ്ദേശം അമേരിക്കയിൽ നിന്ന് കിട്ടിയിരുന്നു, ട്രംപിന്റെ നിന്ന് കിട്ടിയിരുന്നു എന്നാണ്. പക്ഷെ ട്രംപ് പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. ഇറാനുമായുള്ള ആക്രമണത്തിൽ തങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്നാണ്. പക്ഷെ അത് അദ്ദേഹം നെതന്യാഹു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല, ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ. കാരണം ഈ 60 ദിവസം കഴിഞ്ഞ് 61ാമത്തെ ദിവസമാണ് അടിക്കുന്നത്. 60 ദിവസത്തെ ഒരു കരാറിന് സമയം കൊടുത്തിരുന്നുവല്ലോ. ഈ സമയത്തിന് ശേഷം ആണവ നിർമ്മാർജ്ജന കരാറിന് ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടി ആലോചിക്കാൻ വേണ്ടി 60 ദിവസത്തെ സമയം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് 61ാമത്തെ ദിവസം ഈ ആക്രമണം നടത്തുമെന്നുള്ളത് കൃത്യമായി ട്രംപിന് അറിയാമായിരുന്നു എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല ട്രംപിന്റെ പിൻഗാമിയായിട്ടാണ് നെതന്യാഹുവിനെ തന്നെ വിശേഷിപ്പിച്ചത്. അത്ര കൃത്യമായിട്ടൊരു കാരണം എല്ലാ കാര്യങ്ങളും ട്രംപിനോട് ചോദിക്കുന്നു എന്നുള്ള മട്ടിൽ തന്നെയാണ് നെതന്യാഹു സംസാരിച്ചിട്ടുള്ളത്. ഫോക്സ് ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ പോലും അമേരിക്കയുടെ പങ്കാളി എന്നാണ് വിശേഷിപ്പിച്ചത്. അതെ. അപ്പോൾ ഈ ഖമനേയിയെ വധിക്കാനുള്ള തീരുമാനം പക്ഷേ അമേരിക്ക വീറ്റോ ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം US ഒന്നിലേറെ തവണ ഈ കാര്യം US മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴെല്ലാം ട്രംപ് അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. കാരണം അതിന് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമുള്ളൂ, ഇറാനികൾ ഇതുവരെ അമേരിക്കക്കാരെ ആരെയും കൊന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ അതുകൊണ്ട് ഇസ്രയേൽ വെറുതെ ഇരിക്കും എന്ന് തോന്നുന്നില്ല. കാരണം അവരിപ്പോഴും അവരുടെ ലക്ഷ്യം ഖമനേയി തന്നെയാണ്. അതുകൊണ്ട് ഖമനേയി ബങ്കറിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആദ്യത്തെ ആക്രമണം നടന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ തന്നെ
ഖമനേയിയെ സുരക്ഷിത സ്ഥാനത്തുള്ള ഒരു ബങ്കറിലേക്ക് മാറ്റി എന്നാണ് വിവരം വരുന്നത്. ശരിക്കും ഇപ്പോൾ അമേരിക്കയിൽ ഈ വിഷയത്തിൽ തന്നെ, അതായത് ഇറാനിൽ ആക്രമണം നടത്തുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഖമനയെ വധിക്കുന്നതിലും ട്രംപ് ഭരണകൂടത്തിൽ തന്നെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു ഇറാനെ അടിക്കാൻ സമയമായി എന്ന് പറയുമ്പോൾ, മറ്റൊരു കൂട്ടർ പറയുന്നത് പശ്ചിമേഷ്യൻ വിഷയത്തിൽ അനാവശ്യമായി അമേരിക്ക തലയിടേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ട്രംപും ആ ഒരു തീരുമാനം തന്നെയാണ് പറയുന്നത്. അതായത് അങ്ങനെ ആയത്തുള്ള അലി ഖമനേയിയെ വധിക്കുന്നതിലേക്കൊന്നും കാര്യങ്ങൾ പോകേണ്ടതില്ല. കാരണം അങ്ങനെ ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിസന്ധി രൂക്ഷമാണ്. കാരണം ഒരു നിസാരക്കാരനെ ഒന്നുമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, ഖമനേയിയെ പോലെ ഒരാളെയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രോക്സികൾ വീണ്ടും തലപൊക്കും. ഒരു വലിയ ഒരു പ്രതിസന്ധി ഉടലെടുക്കാൻ ഇത് കാരണമാകും. അത് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഒരു പിന്നിലേക്ക് വലിയുന്നത്. പക്ഷേ ഇസ്രയേൽ പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് ഒരിടത്തും അലി ഖമേനി സുരക്ഷിതമായിരിക്കില്ല, എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ ആ തുരങ്കം ഞങ്ങൾ കണ്ടുപിടിക്കും. അദ്ദേഹവും മകനും മുസ്തഫയും പോയിട്ടുണ്ട്. പക്ഷെ എവിടെ പോയിട്ട് ഈ ഖമേനിയും കുടുംബവും ഉണ്ടോ അവിടെ ഞങ്ങൾ പുറകെ ചെന്ന് ഖമേനിയെ വധിക്കും എന്ന് തന്നെയാണ്. കാരണം ഇസ്രയേല് ഇപ്പൊ നെതന്യാഹു ഇതിനെ സമ്മതിക്കുന്നില്ലെങ്കിലും, കാരണം ട്രംപ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്മാറി നിൽക്കുന്നു. പക്ഷെ ഇവരുടെ പ്രധാന ആഗ്രഹം, ആവശ്യം, ലക്ഷ്യം ഇതെല്ലാം തന്നെ ഖമേനിയുടെ തലയാണ്. അത് അങ്ങനെ തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും. കാരണം അമേരിക്കയുമായിട്ട് ഈ വിഷയത്തിൽ എന്തായാലും ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഖമനേയെ വധിക്കണമെങ്കിൽ ഇസ്രയേലിന് അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖമനേയി ഒളിച്ചിരിക്കുന്ന ഇടം അത് ഈഗിൾ 44 ആണ് എന്നുള്ള ഒരു വിവരമുണ്ട്. ഈഗിൾ 44 എന്ന് പറയുന്നത് ഇറാന്റെ വ്യോമ കേന്ദ്രമാണ്. അത് പർവ്വതങ്ങൾക്കടിയിലാണ് ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇറാനിൽ ഈഗിൾ 44ന്റെ കൃത്യമായ ഒരു ഇടം എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ മൊസാദിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതിന്റെ സ്ഥാനം കണ്ടെത്താൻ മൊസാദിന് കഴിഞ്ഞിട്ടുണ്ടാകണം. കാരണം ഈഗിൾ 44-നടുത്ത് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ഈ ഈഗിൾ 44-ലെ ഒരു അറയ്ക്കുള്ളിലാണ് ഖമനേയി ഉള്ളത്. മുൻപ് ആക്രമണം വന്ന സമയത്തും ഖമനേയി കൂടുതൽ കാലം ഒളിച്ചിരുന്നത് ഈ ഈഗിൾ 44-ലാണ്. ഈഗിൾ 44-ൽ ആക്രമണം നടത്തി അതിന്റെ ഉള്ളിലേക്ക്, തുരങ്കങ്ങൾക്കുള്ളിലേക്ക് എത്തണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേലിന് ആവശ്യമായി വരും. അപ്പോൾ അതിന് അമേരിക്കയുടെ പിന്തുണ ആവശ്യമാണ്. മാത്രമല്ല ഈ ബങ്കറുകൾക്കുള്ളിലേക്ക് കടക്കണമെങ്കിൽ മൊസാദിന്റെ കൃത്യമായ പ്ലാൻ വേണം. അപ്പോൾ അതിന് CIA സഹായവും ആവശ്യമാണ്. അപ്പോൾ അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഈ കാര്യം നടപ്പാക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്നുള്ളത് ഏകദേശം ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം ഖമനേയുടെ തല തന്നെയാണ്. ഇനിയിപ്പോൾ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇതിൽ പിന്നോട്ട് പോയാലും മൊസാദ് അതിന് സാധ്യതയില്ല. കാരണം 2023 ആക്രമണം എന്ന് പറയുന്നത് മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിന് ഏറ്റ ഒരു അടിയാണ്. ലോകത്തിന് മുൻപിൽ നാണം കെട്ട് നിൽക്കേണ്ടി വന്നു. അതുവരെ മൊസാദ് എന്ന് കേട്ടാൽ വിറയ്ക്കും ലോകം. CIA-ക്കും മുകളിലാണ് മൊസാദിന്റെ പദ്ധതികളെല്ലാം. അപ്പോൾ അന്ന് അങ്ങനെ നാണം കെട്ടി നിൽക്കേണ്ടി വന്ന മൊസാദിന് അതിന്റെ സൂത്രധാരൻ ഖമനേയി ആണ് എന്നുള്ളത് കൃത്യമായി അറിയാം. ഇതുവരെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ആ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ തലകളും എടുക്കാൻ മൊസാദിന് കഴിഞ്ഞു. ഇനിയുള്ള ഒരു തല ഈ പറയുന്ന ഖമനേയി ആണ്. തന്നെയല്ല, നമ്മൾ മുൻപൊരു വാർത്ത ചർച്ച ചെയ്തിരുന്നു. 2024-ലെ വിഷയമാണ്. അന്ന് BBC ഉൾപ്പെടെ ഇസ്രയേലിന്റെ ചാനലുകളിലൊക്കെ തന്നെ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഖമനേയി അതുവരെ മൊസാദിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഈ 2023 ആക്രമണത്തിന് ശേഷമാണ് മൊസാദ് അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഖമനേയിയുടെ പേര് എഴുതി ചേർക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കാരണം ഒരു രാജ്യത്തിന്റെ മത നേതാവ്, അയാളെ കൊല്ലുന്നത് ലോകത്ത് എന്തോരം പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പരിഗണന, പരമോന്നത നേതാവ് എന്നുള്ള ഒരു പരിഗണന ഇസ്രയേലും മൊസാദും കൊടുത്തിരുന്നു. പക്ഷെ അതിനു പോലും അർഹനല്ല ഖമനേയി എന്നുള്ളത് പിന്നീട് ലോകം തന്നെ കണ്ടതാണ്. കാരണം എത്രത്തോളം വലിയ ആക്രമണങ്ങൾക്ക് ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഹമാസിനെയും ഒക്കെ ഇറക്കി വിട്ട് ചരടുവലി നടത്തുന്ന ആ കൈകൾ, ആ തല, അത് ഖമനേയി തന്നെയാണ്. അപ്പോൾ ഈ മൊസാദിന്റെ ആവശ്യം ഖമനേയിയെ വധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ചർച്ചകൾ ഉറപ്പായും നടന്നിട്ടുണ്ടാകും.
ഇനിയിപ്പോൾ ഖമനേയി എവിടെയാണ്? ഖമനേയി ഈഗിൾ 44-ൽ തന്നെയാണോ? IRGC ശക്തമായ സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. അതായത് ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഏതൻസിലേക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത്. പക്ഷേ അത് തെറ്റായ ഒരു വാർത്തയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന ഇസ്രയേലിലെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു പോയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു ഒളിച്ചോടിയിട്ടില്ല. പക്ഷേ മറ്റൊരു കാര്യം ഉണ്ടായിരിക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകന്റെ കല്യാണം നടക്കാനിരുന്നതാണ്. വിവാഹം പക്ഷേ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം രാജ്യം ഒരു പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ആഘോഷങ്ങൾക്കല്ല സ്ഥാനമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മകന്റെ വിവാഹം മാറ്റിവെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടാതെ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞിരുന്നു. ടെല്ലവീവിൽ മുൻപ് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന്റെ ഭിത്തിയിൽ മിസൈൽ പതിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ബെഞ്ചമിൻ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ പക്ഷെ ട്രംപ് രണ്ടുപേരോടും പറയുന്നത്, ഇറാനോടും ഇസ്രയേലിനോടും പറയുന്നത് പരസ്പര ബഹുമാനത്തോടു കൂടിയും സമാധാന ചർച്ചകൾ നടത്തണം, അതിനുള്ള സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ പരസ്പരമുള്ള പോര് ഒന്ന് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇസ്രയേലിലേക്കും ഇറാനിലേക്കും ആക്രമണങ്ങൾ രണ്ടു കൂട്ടരും നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഉന്നതരുടെ തലം മുഴുവൻ പോയത് ഇറാന്റെയാണ്. ഇറാന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് ഖസേമി, ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാക്കി ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോ 10ഓളം ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ വടക്കൻ ഇസ്രയേല് ഹൈഫയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായി, 15 പേർക്ക് പരിക്കേറ്റു, 3 ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആർക്കും ഏറ്റ പരിക്കുകളൊന്നും അത്ര വലിയ ഗുരുതരമല്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇടയിൽ പറയാനുള്ള കാര്യം, നേരത്തെ ഈ കല്യാണത്തിന്റെ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തതാണ്, ഇത്രയെല്ലാം ആക്രമണങ്ങളും ഇതെല്ലാം ഉണ്ടാവുകയാണെങ്കിലും ഇറാനിലെ ഇസ്രയേലിലെ ജനങ്ങൾക്ക് പൊതുവെ അത്രയധികം ഭീതി ഇല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. കാരണം അവർ ആ നാട് ജനിച്ച മുതൽ തന്നെ കാണുന്നത് യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ യുദ്ധവുമായിട്ട് ഏകദേശം അങ്ങ് യോജിച്ചിരിക്കുകയാണ്. അവര് സൈറൻ മുഴങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് ബങ്കറിലേക്ക് പോകുന്നു, അവിടെ ഇരിക്കുന്നു. കുട്ടികൾ പോലും അങ്ങനെ അവർക്കത് ശീലമായിരിക്കുന്നു. സൈറൻ മുഴങ്ങുക, ബങ്കറിലേക്ക് പോവുക. ബങ്കറിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ടെക്നോളജി വളരെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബങ്കറിനുള്ളിൽ എല്ലാവരും തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമില്ലാത്ത ആ സമയമാണെന്നുണ്ടെങ്കിൽ ഇവരുടേതായ ദൈനംദിന ജോലികൾ ചെയ്യുന്നു. എല്ലായിടത്തും ആൾക്കാരെ എല്ലാം കാണുന്നുണ്ട്. ഈ യുദ്ധം വരുന്നു എന്ന് കാണുമ്പോഴാണ് ആൾക്കാരൊക്കെ മാറുന്നുള്ളൂ. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനം നോക്കിയിട്ടൊന്നല്ല ഇറാൻ ആക്രമിക്കുന്നത്, കാടടച്ചിട്ടൊരു ആക്രമണം തന്നെയാണ്. പക്ഷെ എങ്കിലും ജനങ്ങളുടെ മരണത്തിന്റെ തോത് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറവാണ്. ജനങ്ങളെ സുരക്ഷിതരാക്കാനുള്ള നീക്കം നല്ലപോലെയുണ്ട്. ഇറാന്റെ ഒരു നീക്കം, അതായത് ഈ ജൂതരെ അധികം കൊന്നൊടുക്കാൻ കഴിയുന്നില്ല, പക്ഷെ അതിശക്തമായി ഇസ്രയേലിലെ കെട്ടിടങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം നടക്കുന്നുണ്ട്. അതില്ല എന്നല്ല, അയൺ ഡോം സംവിധാനത്തെ ഒക്കെ തകർത്തുകൊണ്ട് തന്നെ അകത്തേക്ക് ഇറാന്റെ മിസൈലുകൾ, കാരണം അത്രത്തോളം മിസൈൽ ശക്തിയുള്ള രാജ്യമാണ്. 100-ലധികം മിസൈലുകൾ ഒരുമിച്ച് ചെയ്യണമെന്ന് അയൺ ഡോമിന് അറിയില്ല എന്നുള്ളത് ഇപ്പൊ ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. അത് തന്നെയല്ല, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയുള്ള കാര്യവും അതാണ്. കാരണം ഇറാന്റെ കയ്യിൽ ഇഷ്ടം പോലെ മിസൈലുകളുണ്ട്, പല ടൈപ്പ് മിസൈലുകളാണ്. ഈ മിസൈലുകൾക്ക് ഇസ്രയേലിൽ ആക്രമണം നടത്താനുള്ള കരുത്തുമുണ്ട്, ഇല്ല എന്നൊന്നുമല്ല. നമ്മൾ 2 വശങ്ങളും പറയണമല്ലോ. അതിശക്തമായ ആക്രമണം ഇസ്രയേലിലേക്ക് നടക്കുന്നുണ്ട്. കാരണം ഇസ്രയേലിന്റെ സാമ്പത്തിക നട്ടെല്ലാണ് ഈ പറയുന്ന ഹൈഫ തുറമുഖം. അവിടെ നിരന്തരം ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. കാരണം ഇറാന് ഏറ്റവും വലിയ അടി ഓയിൽ പ്ലാന്റിൽ കിട്ടിയപ്പോൾ അവർ തിരിച്ച് ലക്ഷ്യം വെച്ചത് ഹൈഫയാണ്. ഹൈഫ തുറമുഖം വലിയ ശക്തി കേന്ദ്രമാണ് ഇസ്രയേലിന്റെ. അവിടം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ആത്മാഭിമാനം, ഇസ്രയേലിന്റെ പെന്റഗൺ എന്ന് പറയപ്പെടുന്ന ആസ്ഥാനം കിരിയ ആക്രമിക്കപ്പെട്ടു. അതൊന്നും നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇറാനും അതിശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിവിലിയൻസിനെ കൊന്നെടുക്കാൻ ഇസ്രയേലിൽ ഇവർക്ക് കഴിയുന്നില്ല. അതാണ് ഇറാൻ ഒരു വലിയ തിരിച്ചടി. പക്ഷെ ഇറാൻ ഇപ്പോൾ തിരിച്ചിപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, തിരിച്ച് ഇറാനിൽ ആക്രമണം നടത്തുമ്പോൾ സിവിലിയൻസ് കൊല്ലപ്പെടുന്നുണ്ട്. അത് വലിയ പ്രതിസന്ധിയാണ്. ഇസ്രയേൽ തങ്ങളുടെ പൗരന്മാരെ കൊന്നൊടുക്കുന്നു എന്നുള്ള ഒരു വാദം ഇറാനിൽ നിന്ന് അത് ശരിക്കും കുട്ടികൾ ഉൾപ്പെടെ അതിലൊരു കാര്യമുള്ളത്, അത് ഇസ്രയേലിന്റെ കുറ്റവുമല്ല. തിരിച്ച് ഇവിടെ ആൾക്കാരും മരിക്കാത്തത് ഇസ്രയേലിന്റെ മിടുക്കുകൊണ്ടുമല്ല.
കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ജനങ്ങൾ അത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബങ്കറുകളും സംവിധാനങ്ങളും ഒക്കെ കുറച്ചുകൂടി സുശക്തമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഈ ആക്രമണങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ യുദ്ധം നടക്കുന്നു, ഒപ്പം തന്നെ ജനങ്ങളും അവരുടേതായിട്ടുള്ള ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇറാനിൽ ആ ഒരു സംവിധാനം ഇല്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇറാന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വളരെ വലിയൊരു അതും ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ അതും ഒരു കാരണമായിട്ട് തന്നെ വരും. ഇത്രയും ജനങ്ങളെ സുരക്ഷിതരാക്കാനുള്ള ഒരു നീക്കം, അതും അതെ, അപ്രതീക്ഷിതമായിട്ടാണ് അടി കിട്ടുന്നത്. അപ്പോൾ ഖമനേയി ഉൾപ്പെടെയാണ് ആദ്യം രക്ഷപ്പെടാൻ നോക്കുന്നത്. അതിനുശേഷം ജനങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്നാണ്. ഇവിടെ നെതന്യാഹു ഇപ്പോഴും യുദ്ധം മുഖത്ത് തന്നെയാണ്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. അവർക്കെന്ന് പറയുന്നത് ഈ ജൂതന്മാർക്കൊരു വികാരമുണ്ട്. അവരുടെ ചോര വീണ് കഴിഞ്ഞാൽ അതിന് ഏതറ്റം വരെയും പോയി മറുപടി കൊടുക്കും. അതോടൊപ്പം തന്നെ ഒരു ജൂതനെ നഷ്ടപ്പെടാതിരിക്കാൻ ആകാവുന്നതെല്ലാം തന്നെ അവര് ചെയ്യും. ഇതിനോടൊപ്പം വേറൊരു കാര്യമുള്ളത്, ഇസ്രയേൽ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കി, ഒന്നീ ഖമനേയെ കൊല്ലുമെന്ന് പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഇറാനെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു പ്രസ്താവന ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞെങ്കിൽ തന്നെ സ്ഥിരീകരണമില്ല. നെതന്യാഹു പിന്നെ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് പാകിസ്ഥാൻ ഇപ്പോ പറഞ്ഞിട്ടുണ്ട്, ഇറാനെതിരെ ആണവായുധങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഇസ്രയേലിനെതിരെ പാകിസ്ഥാൻ ആണവ ആക്രമണം നടത്തും. ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ വേദന മാറി. ഇത് പറഞ്ഞിട്ടുള്ളത് ഇറാന്റെ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറാന്റെ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞതോടുകൂടി സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ വെട്ടിലായിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം വരുന്നത്, ഞങ്ങൾ അങ്ങനെ പ്രതികരിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാൻ ഭരണകൂടം പറഞ്ഞതായിട്ടാണ്. കാരണം ഇന്ത്യയോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഇസ്രയേലിൽ പോയി. പക്ഷേ ഈ പാകിസ്ഥാന്റെ കയ്യിൽ പാകിസ്ഥാൻ ഒന്നേ പറയുള്ളൂ, ഇറാനെതിരെ. കാരണം ഇത് നേരത്തെ നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങൾ എല്ലാവരും ഒന്നാകുന്നു എന്നുള്ള ഒരു ആ മനോഭാവത്തിന്റെയാണ് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് പാകിസ്ഥാൻ ചിലപ്പം ഈ ചായകുടിയുടെ ഇടയ്ക്കെങ്ങാനും ഇറാനിലെ അംബാസിഡറോട് ഇത് പറഞ്ഞാണോ, അങ്ങനെ വല്ലതും വന്നാൽ ഞങ്ങൾ ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇത് പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാനും ഈ പറയുന്ന ഇറാനും തമ്മിൽ അത്ര രസത്തിലല്ല. കാരണം ഹൈഫ തുറമുഖം ഇന്ത്യയുമായി കരാർ വെക്കുകയായിരുന്നു ഇറാൻ ഭരണകൂടം ചെയ്തത്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു കലിപ്പ് പാകിസ്ഥാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും പാകിസ്ഥാൻ ഇസ്രയേലിനെയും ആണവ ബോംബ് ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവും IRGC കമാൻഡറുമായിട്ടുള്ള ജനറൽ മോസൻ റസായിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെയാണ് ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഈ വാദം കേട്ടപാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അയ്യോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ പാക് സർക്കാർ ഇങ്ങനൊരു സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ ഒരു സംസാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ലോകം ഇരുചേരിയിലേക്കാകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും ഇതോട് പങ്കുചേരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന. അപ്പം ഇസ്രയേലിന്റെ കൂടെ അമേരിക്ക വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമേരിക്ക വന്നേ പറ്റുള്ളൂ. അതിനൊപ്പം തന്നെ അതുപോലെ തന്നെ റഷ്യ പറഞ്ഞിട്ടുണ്ട്, റഷ്യ പുടിൻ ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഇസ്രയേല് യുക്രൈനെ സഹായിച്ചതാണ് കാരണം. റഷ്യക്ക് ഇസ്രയേലിനോട് ദേഷ്യം വരാനുള്ള കാരണം ഇവർ രണ്ടുപേരും, സെലൻസ്കി ജൂതനാണ്. അപ്പൊ ജൂതരാഷ്ട്രം ജൂതനായ സെലൻസ്കിയെ സഹായിക്കുന്നതിന് വേണ്ടി ആയുധങ്ങൾ കൊടുത്തു, രഹസ്യമായിട്ട് ആയുധങ്ങൾ കൊടുത്തു എന്നുള്ള അറിവ് ഇപ്പൊ പരസ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനോട് കുറച്ചൊരു കണക്കിട്ടൊന്ന് പൊട്ടിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് പുടിൻ ഇപ്പോഴ്. പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ റഷ്യക്ക് അങ്ങനെ ഒരു പണി കൊടുത്തത് ആണവ പരീക്ഷണങ്ങൾക്ക് ഇറാനെ പുടിൻ സഹായിച്ചപ്പോൾ കിട്ടിയ ഒരു അവസരത്തിൽ കയറിയതാണ്. അപ്പോൾ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ ഈ പറയുന്ന സൈനിക കേന്ദ്രം തുറക്കാൻ പുടിൻ തയ്യാറാണ്, റഷ്യ തയ്യാറാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും പങ്കാളികളല്ലെങ്കിലും പല രാജ്യങ്ങൾക്കും ഇതിലേക്ക് വന്ന് വീഴേണ്ടി വരികയാണ്. നമ്മളിപ്പോൾ ഈ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ചിലപ്പോ വെറുതെ ഇരുതപ്പോ ഒന്ന് പറഞ്ഞു കാണും, ഞങ്ങൾ വേണമെങ്കിൽ ഒന്ന്, അല്ലാതെ പൊതുമധ്യത്തിൽ വന്ന് ഇത് പാകിസ്ഥാൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തില്ല. പക്ഷെ വേറെ ഈ മാസം 14-ാം തീയതി ഖ്വാജ ആസിഫ് ദേശീയ അസംബ്ലിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. പാകിസ്ഥാനെയും തുർക്കിയെയും സൗദിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക് ആർമി രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട കാര്യമാണെന്നാ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കേണ്ട കാര്യം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ഇറാൻ അനുഭവിക്കുന്നതും പലസ്തീൻ അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾക്ക് കാരണമാകുന്നത് ഇവർ തമ്മിലൊരു കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പാകിസ്ഥാനും സൗദിയും തുർക്കിയും എല്ലാം ഉൾപ്പെട്ട, ഇറാനും എല്ലാം ഉൾപ്പെട്ട ഒരു ഇസ്ലാമിക് ആർമി രൂപീകരിക്കണം എന്ന് ഖ്വാജ ആസിഫ് മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ, അല്ല മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വേണം. കാരണം അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെങ്കിൽ അവരെങ്കിലും അത് ഇതിന്റെ ഇടയിൽ കൂടെ ചെയ്യാണ്. കാരണം ഇങ്ങനെ ഒരു സംഘടന ഇവിടെ ഉണ്ടായി കിട്ടിയാൽ, ഇപ്പൊ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ആക്രമണത്തിന്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ ഉൾപ്പെട്ട ഒരു സംഘടന ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഇന്ത്യ എങ്ങാനും ആക്രമിക്കാൻ വന്നാലും ഈ മധ്യസ്ഥതയ്ക്ക് ഇത്രയും രാജ്യങ്ങളുണ്ടല്ലോ. ഒരുപക്ഷെ പാകിസ്ഥാന്റെ സൂത്രം അതും ആകാം. എന്തു വന്നാലും വലിയ പ്രശ്നത്തിലേക്ക് തന്നെയാണ്. എങ്ങനെയാണെങ്കിലും ഈ പുര കത്തുമ്പോ വാഴ വെട്ടുക എന്ന് പറയുന്ന നടപടിയാണ് പാകിസ്ഥാന്റേത്. എന്തായാലും ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ ഈ ഖമനേയുടെ കാര്യത്തിൽ ഇസ്രയേൽ അങ്ങനെ ഒരു നീക്കം ശക്തമാക്കുന്നു എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ അതിശക്തമായ ഒരു സുരക്ഷ ഖമനേയ്ക്ക് ഒരുക്കിയിരിക്കുകയാണ്. ഖമനേയി എവിടെയാണെന്ന് പോലും അറിയത്തില്ല. പൊതുമധ്യത്തിലേക്ക് ഈ ആക്രമണം നടന്നതിന് ശേഷം എവിടെയും ഖമനേയി വന്നിട്ടില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് ബെഞ്ചമിൻ നെതന്യാഹു പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനകളാണ് ഇതെല്ലാം തന്നെ പുറത്തേക്ക് വരുമ്പോൾ. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി ഈ വിഷയത്തിൽ കാണാം. നമസ്കാരം. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.